ആ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാലും മനോഹരമാണ് കാഴ്ച. ഇതൊരു ഈ ഒരു സ്ഥലത്തിനെ ഇത്രയും 72,000 സ്ക്വയർ മീറ്ററിനെ ഇങ്ങനെ ഒരു പൂന്തോട്ടമായിട്ട് ഒരുക്കിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് ഒരു ഗാർഡൻ ആണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്, നമ്മളിപ്പം ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. എപ്പോഴും ഞാൻ ആവർത്തിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ എനിക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള പ്രേരണ എനിക്ക് കിട്ടും. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനി നിങ്ങളോടൊപ്പം വരും. അപ്പോൾ നിങ്ങൾ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ കണ്ട് അതിൽ കമന്റ് ഇടണം, മറക്കരുത്. അപ്പോൾ ഇത് അതിലൊക്കെ ഒന്ന് അട്രാക്ഷനാണ്. കണ്ടില്ലേ വെള്ളം. പിന്നെ നമുക്കിവിടെ ഇരിക്കാനുള്ള സ്പേസുകൾ ഇഷ്ടം പോലെ. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കണ്ടില്ലേ, ഇവിടെ എല്ലാം സെക്യൂരിറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ വന്നിട്ട് ചില ആളുകൾ ഈ പൂക്കളിൽ പിടിച്ച് ഫോട്ടോ എടുക്കുകയും ചില ആളുകൾ ആ പൂക്കൾ പറിച്ച് തലയിൽ വെക്കുകയും അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇവിടെ കുറ്റകരമാണ്. അത് കാരണത്താൽ നിങ്ങൾ കണ്ട് തൃപ്തിയായിട്ട് വേണം പോകാൻ. അല്ലാതെ നിങ്ങൾ അത് പറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അത് നാശിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് മനോഹരമാണ്. ഈ ഒരു ഗാർഡൻ നമ്മൾക്ക് ആസ്വദിക്കണം എങ്കിൽ ഒരു മിനിമം ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണം. എന്നാലേ നമുക്ക് ഏകദേശം ഒന്ന് കണ്ട് വരാൻ പറ്റത്തുള്ളൂ. നമ്മള് നേരത്തെ അതുവഴി നടന്നു വന്ന സ്ഥലമായിരുന്നു, കണ്ടില്ലേ? അതുവഴിയാണ് നമ്മൾ നടന്നു വന്നിരുന്നത്, കണ്ടില്ലേ? കുട്ടികളെയും കൊണ്ടൊക്കെ വരാമെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികളെയും കൊണ്ട്, പിന്നെ ചെടികളെയും ഗാർഡനും ഒക്കെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇവിടെ ഭയങ്കര ഒരു ഇതാണ്. നല്ലൊരു മൂഡ് നിങ്ങളെ ക്രിയേറ്റ് ആക്കും. നിങ്ങളെ മൂഡ് തന്നെ ഒന്ന് മാറിക്കിട്ടും ഇവിടെ വന്നു കഴിയുമ്പോൾ. കാര്യം അത്ര നല്ല ഒരു സ്ഥലമാണ്. സെക്യൂരിറ്റി കണ്ടില്ലേ? സെക്യൂരിറ്റി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, കണ്ടില്ലേ? ഇതാണ് എയർ ബസ്. നമ്മൾ മുമ്പ് വന്നപ്പം തന്നെ പറഞ്ഞായിരുന്നു എയർ ബസിന്റെ കാര്യം. ഇത് കുറച്ചുകൂടെ നമുക്ക് അടുത്ത് കാണാനുള്ള ഇവിടെ ആളുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. അവരെല്ലാം സെൽഫി എടുക്കുകയാണ്. കണ്ടില്ലേ? ഇവിടെ ആളുകള് മെയിൻ വരുന്നതിന്റെ കാര്യം ഒന്ന് ഇത് ആസ്വദിക്കാനും പിന്നെ അതുകൂടാതെ ഫോട്ടോ എടുക്കാനും, പിന്നെ ഈ വ്ലോഗ് ചെയ്യുന്നവർ ഇഷ്ടം പോലുണ്ട്. എന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വ്ലോഗ് ചെയ്യുന്നവരുണ്ട്. തുർക്കിഷ് കോഫിയാണ്, ഐസ് ടീ ഉണ്ട്.
അതായത് ഇവിടെ 250 മില്യൺ പ്ലാന്റുകളാണ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്, അവകാശപ്പെടുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ വലിയൊരു ക്ലോക്കാണ്, കണ്ടില്ലേ? ഇവിടുത്തെ വലിയൊരു ക്ലോക്കാണ്. ക്ലോക്ക്, മയില്, കണ്ടില്ലേ? പല രീതിയിലുള്ള ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? മയിലുകളും ക്ലോക്കുകളും. ഇനി നമ്മൾക്ക് ഇതിന്റെ മുകളിലേക്ക് കടന്നു പോവാം. സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു വീട് പോലെ ഒക്കെയുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവര് നമുക്ക് എല്ലാം ഫ്ലവറാണ്, കണ്ടില്ലേ? എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് താഴത്തെ എല്ലാം കാണാം, വ്യൂ കാണാം. അതുകൂടാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്, ആനകളെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ആന കണ്ടില്ലേ? കുട്ടിയാനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അതുകൂടാതെ അവിടെയുണ്ട്, കണ്ടില്ലേ? ആന, മയില്, ഇതൊക്കെ ഇവിടെ ഒരുപാടുണ്ട്, കണ്ടില്ലേ? ഇഷ്ടംപോലെ ആനയും മയിലുകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾക്കിനി ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പിന്നെയും പോവാം. കാഴ്ചകൾ തീർന്നിട്ടില്ല, അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഇനിയും ഇതിന്റെ മുകളിലെ കാഴ്ചകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട്. എത്രയോ ആളുകളാണ് ഈ രാവിലെ വന്നിട്ട് തന്നെ, ഇത്രമാത്രം ആളുകൾ. ഇവിടെയും റെസ്റ്റോറന്റുകളെല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടത് തന്നെ, നേരത്തെ കണ്ടത് തന്നെ ആനകള്, 2 ആനകൾ ഇവിടെ ഉണ്ട്. അവിടെ ഒരു കുതിരയുണ്ട്. പിന്നെ ഇതിന്റെ ഭിത്തികളെല്ലാം അവര് ചെടികളാൽ അലങ്കരിച്ച് വെച്ചേക്കുക. ഇതിന്റെ റൂഫാണെങ്കിലും അതെല്ലാം കണ്ടില്ലേ? ഇതെല്ലാം നല്ല അലങ്കരിച്ച് വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ദൃശ്യവിസ്മയം തന്നെ. ഈ ഫോട്ടോ എടുക്കുന്നതിന് ഇടയിൽ കൂടെ നടക്കുമ്പോഴേ അവർക്കൊരു ബുദ്ധിമുട്ടാവും. കാര്യം എല്ലായിടത്തും ക്യാമറകളാണ്, എല്ലായിടവും ക്യാമറ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള നല്ല വ്യൂകള് നമുക്ക് കിട്ടും.
നല്ല വ്യൂ ആണ് ഇവിടെ, അല്ലേ? നല്ല വ്യൂ ആണ് കാണുന്നത്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ കാഴ്ചകൾ തീർന്നിട്ടില്ല. കാഴ്ചകൾ ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. കണ്ടിട്ടും കൊതി തീരാതുള്ള കാഴ്ചകളാണ് ഇതിന്റെ. ഇപ്പോൾ തന്നെ നടന്നിട്ട് നല്ല ക്ഷീണമായി. കാര്യം അതുപോലെ നടക്കാനുണ്ട്. പിന്നെ നമ്മൾക്ക് ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ പോയാൽ മതി. ഇത് കാണുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കുന്നതെന്നറിയോ? അവര് ചെയ്തേക്കുന്ന ഓരോ ദുബായ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ UAE ഗവൺമെന്റ് ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം നല്ല പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയാണ് എല്ലാം ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ വാഷ്റൂമിൽ പോകാൻ എത്ര പേര് വരും അതിനനുസരിച്ചുള്ള വാഷ്റൂമാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഫെസിലിറ്റികള്, ഇത്ര പേര് വന്നു കഴിഞ്ഞാൽ ഇത്ര പേർക്ക് കഴിക്കാനുള്ള ഫെസിലിറ്റികൾ, അതിനനുസരിച്ചുള്ള കടകള്, അങ്ങനെ എല്ലാം ഒരു പ്ലാൻ ചെയ്തിട്ടാണ് അവർ ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാം കൊടകളാലാണ്, കണ്ടില്ലേ? കൊടകളാണ് കംപ്ലീറ്റ്. ഇതിനുള്ളിൽ നമ്മളൊന്ന് 360 ഡിഗ്രി ഒന്ന് നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രസമാണ്. പല പല വർണ്ണങ്ങളാലുള്ള കൊടകളാണ്, കണ്ടില്ലേ? വെള്ള, ചുവപ്പ്, മഞ്ഞ, പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ വിഭവങ്ങളാണെങ്കിലും എല്ലാം കിട്ടും. സമോസയുണ്ട്, സ്നാക്സ് ഐറ്റംസ് ആയിട്ടുള്ള എല്ലാം കിട്ടും. പിന്നെ ഇഡലി, ദോശ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്, കണ്ടില്ലേ? കേരള റെസ്റ്റോറൻ്റാന്ന് തോന്നുന്നു, കണ്ടില്ലേ? അവിടെ ചായ അടിക്കുന്ന ഒരു കാഴ്ച കണ്ടില്ലേ? ചായ അടിക്കുന്ന ഒരു കാഴ്ച ഉണ്ട്. ഇഡലി, ദോശയൊക്കെ, പൊറോട്ടയൊക്കെ ഇവിടെ ഉണ്ട്. ലെമൺ ടീ 2 ലെമൺ ടീ. ഓക്കെ, അപ്പൊ ഒരു ലെമൺ ടീ കുടിച്ചിട്ട് പോവാം. നമ്മള് ഇവിടുന്ന് ഒരു ചായ കുടിച്ചു, കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ആളുകള് ഓരോ മിനിറ്റ് കഴിയും തോറും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഭയങ്കര ക്രൗഡാണ്. ഇപ്പം ഭയങ്കര ക്രൗഡാണ്. ഓരോ സ്ഥലങ്ങളിലും നല്ല ക്രൗഡാണ്. ആളുകൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇവിടൊക്കെ ഹോട്ട് ഡോഗ് ഒക്കെ ഉണ്ട്. എല്ലാ ഫുഡുകളും ഉണ്ട്. നമ്മുടെ നാടൻ ഫുഡുകൾ മുതലെല്ലാം ഉണ്ട്. നമ്മുടെ ചായ ഉണ്ട്, പിന്നെ അതുപോലെ സമോസയുണ്ട്, പപ്സ് ഉണ്ട്, പിന്നെ ഇഡലിയുണ്ട്, ദോശയുണ്ട്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ആഹാരങ്ങളും ഇവിടെ. ബിരിയാണി കിട്ടും, എല്ലാം ഉണ്ട്. ടിം ഹോൾട്ടന്റെ ഇതാണ്. ഹായ്, ഫൈൻ, താങ്ക് യു. അങ്ങനെ നമുക്ക് ആവശ്യമായ സാൻഡ്വിച്ചുകള്, ജ്യൂസുകള് എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. ചോക്ലേറ്റ്സുകള്, ബാസ്കിൻ റോബിൻസ്, അതുപോലെ പിസ്സ ഹട്ട്, അതുപോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള എല്ലാവിധ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാവിധ സ്റ്റോളുകളും ഇവിടെ ഉണ്ട്. ഡോനട്സുകളാണ്, ഹാർഡീസ്,
എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇവിടുത്തെ ഒരു ബോട്ടാണ് കണ്ടു വെച്ചേക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഫോട്ടോ എടുക്കാനുള്ള തിരക്കുകളാണ്. കണ്ടില്ലേ? എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ വേറൊരു കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. കണ്ടില്ലേ? ഇതൊരു നല്ല കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടങ്ങളിലെ കൃഷികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു. ഒരു പാടത്തു നിന്ന് വെള്ളം മറ്റൊരു പാടത്തേക്ക് നമ്മൾ വിടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമായിരുന്നു പണ്ട് കാലങ്ങളിൽ. വള്ളിപ്പടർപ്പുകളാണ് ഇതിലെ. ഇതൊരു മരമാണ്. കണ്ടില്ലേ? മരത്തിന്റെ മുകളിൽ ചില്ലകൾ പോലെ അതിന്റെ രണ്ട് സൈഡിലും മയിലുകളാണ്. ഇവിടെ ഇരിപ്പിടങ്ങളുടെ ഷേപ്പ് തന്നെ കണ്ടില്ലയോ? ഇലയുടെ മാതൃകയിലാണ്. കണ്ടില്ലേ? ഇതിനുള്ളിലൊക്കെ നമ്മുടെ നാട്ടിലെ പല ടൈപ്പിലുള്ള ചെടികളും ഉണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ നമുക്ക് സുപരിചിതമായ ചെടികളാണ്. ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പാണ്. മയില് കണ്ടോ? ഇത്രയും ചെടികൾ പരിപാലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമാണോ? ആനയുടെ അടുത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. കണ്ടില്ലേ? രാത്രിയിൽ 9 മണി വരെ ഉണ്ട്. വീക്ക് ഡേയ്സിൽ 11 മണി വരെയാണ്. അപ്പൊ അത് മറക്കരുത്. കണ്ടോ? മരത്തിന്റെ അടിയിൽ ഉള്ള കടന്നു പോകാൻ പാകത്തിനുണ്ടാക്കിയിരിക്കുന്ന ഇത് കണ്ടില്ലേ? കണ്ടോ? ഇവിടെ ക്യാമറ ഏത് രീതിയിൽ പിടിച്ചാലും ഏത് ആംഗിളിൽ പിടിച്ചാലും എന്ത് മനോഹരമാണ്. ഒരു സ്ഥലം പോലും ഇല്ല ഇവിടെ മനോഹരമല്ലാത്തതായിട്ട്. ഇതെല്ലാം കടകളാണ്. സ്റ്റാഫുകൾക്ക് മാത്രമുള്ള വണ്ടികളാണ്. അകത്തേക്കൊക്കെ ആനയാണ്. കുഞ്ഞാന നമ്മൾ നേരത്തെ കണ്ടതാണ്.
ഇവിടെ വീൽ ചെയറിന്റെ സേവനങ്ങളും എല്ലാം ഉണ്ട്. ആളുകൾ പിന്നെയും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? ആളുകൾ പിന്നെയും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൂണിന്റെ ആകൃതിയിലുള്ളൊരു ഇത് ഉണ്ടാക്കി വെച്ചിരുന്നില്ല. ചെടികളുടെ ഒരു പറദീസ തന്നെ, ചെടികളുടെ ഒരു പറദീസ തന്നെ. ഇരിപ്പിടങ്ങളാണേലും ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ ഷേപ്പാണ്. ഇവിടെ ഇലയുടെ മാതൃകയിൽ കണ്ടിട്ട് നമുക്ക് ഇതാണ് മഷ്റൂമിന്റെ ആകൃതിയിൽ, കണ്ടോ? കൂണിന്റെ ആകൃതിയിൽ. നമ്മള് അടുത്ത ഒരു ഇതിലേക്ക് പോവാണ്. ഞാനിത് നേരത്തെ കാണിച്ച പോലെ തന്നെ മഷ്റൂമിന്റെ ആകൃതിയിലുള്ള ഏരിയ ആണ്. ഓരോ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യത്യസ്തമായ രീതികൾ കൊണ്ട് വരുന്ന സന്ദർശകരെ ആകർഷിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തേക്കുന്ന ഓരോ കരവിരുതുകളാണ്. ഓരോ ഇതുപോലുള്ള ഓരോ ഇടനാഴികളും ഓരോ വ്യത്യസ്തമായ രീതിയാണ്. അതായത് നമ്മൾക്ക് എല്ലാം ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് തോന്നുന്നില്ല. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അതാണ് ഇവിടുത്തെ മറ്റൊരു എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. ഇതെല്ലാം കൂണാണ്. ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൂണിന്റെ ആകൃതിയാണ്. കൂണിന്റെ ആകൃതിയാണ്, കംപ്ലീറ്റ് മഷ്റൂമാണ്. വാട്ടർഫോൾസാണ്, അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ്. ഇതൊരു കൂണാണ്. കംപ്ലീറ്റ് ഇത് മഷ്റൂം ഏരിയ എന്ന് പറയുന്നത്. മഷ്റൂമിന്റെ ഒരു ഈ ഫ്ലവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാണ് കാണാൻ, കണ്ടില്ലേ? ഇത് നല്ല കാണാൻ ഇത് നല്ല ഷോയാണ്, കണ്ടില്ലേ? ഫ്ലവർ നല്ല ഇതാണ് 360 ഡിഗ്രിയിൽ നമ്മുടെ ഫോട്ടോ ബൂത്ത് എന്ന് പറയും. അതായത് 360 ഡിഗ്രിയിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട് കഴിയും. എല്ലാം പേയ്മെന്റ് ഉണ്ട്, ഫ്രീ അല്ല. കംപ്ലീറ്റ് മഷ്റൂം ഏരിയ ആണ്. പിന്നെ അതുകൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഫൺ സോൺ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഈ ഏരിയയിലെല്ലാം കുട്ടികളെ ബാറ്ററിയാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് കണ്ടില്ലേ? ഇതൊക്കെ എന്ത് രസമുള്ള കാര്യങ്ങളാണ്. കണ്ട് തീർന്നിട്ടില്ല. അവർ ചെയ്യുന്ന കണ്ടില്ലേ? 360 ഡിഗ്രിയിൽ ക്യാമറ ഇങ്ങനെ ഓടുന്നുണ്ട്.
ഇവിടെ രണ്ട് സൈഡിലും കടക്കാരുണ്ട്. നമ്മളെ ഇങ്ങനെ മാടി മാടി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്നാക്സുകള് അങ്ങനെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാം. ഇതിന് പേയ്മെന്റുകളൊന്നുമില്ല. ഇവിടെയൊക്കെ എല്ലാ സൈഡിലും കടക്കാരാണ്. കണ്ടോ, നമുക്കിവിടെ കുടുംബമായിട്ടൊക്കെ ഇരുന്ന് കുറച്ചു നേരം ഇവിടെ, ഇതെല്ലാം കടക്കാരാണ്. നമ്മളെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വിളിക്കും. നമ്മളെ ആരും കഴിക്കാൻ വരൂ, കഴിക്കാൻ വരൂ, കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് പിസ്സ ഹട്ടാണ്. Ya os la he hecho antes. Vamos a Harry. ഇത് ഡാബയാണ്, ഇന്ത്യൻ റെസ്റ്റോറന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ സഹകരണങ്ങൾ ഇനിയും പ്രതീക്ഷിച്ചോളുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത് ദുബൈയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു 72,000 സ്ക്വയർ മീറ്ററിൽ വ്യാപിച്ചിടക്കുന്ന ഒരു നല്ലൊരു വേൾഡിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണ്. പരിചയമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ വണക്കം.